ഇടതിനോട് ചേർന്ന് നിൽക്കുമെന്ന നിലപാടിൽ ഉറച്ച NSS ജനറൽ സെക്രട്ടറി ജി സുകുമാർ നായർ രാഷ്ട്രീയ നിലപാട് NSS പൊതുയോഗത്തിൽ വിശദീകരിച്ചു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനും BJPക്കും എതിരായ വിമർശനമാണ് സുകുമാർ നായർ ആവർത്തിച്ചത്. കോൺഗ്രസ് കള്ളക്കളി കളിച്ചെന്നും നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ട് BJP ഒന്നും ചെയ്തില്ല എന്നുമാണ് സുകുമാർ നായരുടെ വിമർശനം. വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ NSS സ്വാഗതം ചെയ്തു. ഷിനോജ് വിവരങ്ങളുമായിട്ട് ഷിനോജ്, അപ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, ഒരു തരത്തിലും പിന്നോട്ട് പോക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൃത്യമായി NSSന്റെ പിന്തുണ CPM-നും LDF-നും ഉണ്ടാകുമെന്ന് കൂടി ഉറപ്പിക്കുകയാണല്ലേ? പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ പിന്തുണയാണ് നിലപാടിനോട്. ദിവിഷ തീർച്ചയായും, കാരണം നിലപാട് കൃത്യമായി തന്നെ വിശദീകരിക്കുകയാണ് ഈ പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഈ സംസാരങ്ങൾ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ പത്രത്തിൽ, ദേശീയ പത്രത്തിൽ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വന്നതിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നു. എന്താണ് നടന്നത്? അതായത് നിലവിലെ ഈ തീരുമാനം, NSS എടുക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് അത് വിഷയാധിഷ്ഠിതമാണ്. അതിൽ ഈ സർക്കാരിനുള്ള പൂർണ്ണ പിന്തുണ എന്ന് പറയാൻ ആയിട്ടില്ല. നിലവിൽ ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനുള്ള പിന്തുണ എന്ന നിലയിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ NSS ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനെ പൂർണ്ണമായും സർക്കാർ അനുകൂല നിലപാട് മാറ്റം തരത്തിൽ വിശദീകരിക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഈ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിനിയോഗം കഴിഞ്ഞ യോഗ അംഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. അവരുടെ പ്രതികരണം കിട്ടുമെന്ന് വിശദീകരണം ഉണ്ടായിരുന്നു അല്ലേ? പൂർണ്ണമായും തൃപ്തികരമാണല്ലേ പ്രതികരണം? തൃപ്തികരമായിരുന്നു, വളരെ തൃപ്തികരമായിരുന്നു. പൂർണ്ണ പിന്തുണ നൽകും. അതെ, വിശദീകരിച്ച കാര്യം വ്യക്തമായിട്ട് വിശദീകരിച്ചു. നിലവിലെ ഈ നിലപാട് മാറ്റം എന്ന് പറയുന്നത് ഇല്ല, അത് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇല്ല, അതുപോലെ അദ്ദേഹം വിശദീകരിച്ചു. കൃത്യമായിട്ടും NSSന്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ സമദൂരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സമദൂരം തന്നെയാണ്, ആ കാര്യത്തിലൊന്നുമില്ല. ശബരിമല യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇപ്പം. നേരത്തെ NSSനൊപ്പം തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. കോൺഗ്രസ് കള്ളക്കളിക്കണം അങ്ങനെ ഒരു ഇല്ല, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും. ജനറൽ സെക്രട്ടറിയിൽ പൂർണ്ണ വിശ്വാസം പ്രതിസഭയ്ക്കുണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല? ഒരു എതിർപ്പുമില്ല. ഐക്യകണ്ഠേന എല്ലാ പിന്തുണയും സെക്രട്ടറിക്ക് നിലവിൽ വരുന്ന ഈ ഫ്ലക്സുകളും അങ്ങനെ എതിർപ്പുകളൊക്കെ അത് യാതൊരു കാര്യമില്ല. അതിനെ പൂർണ്ണമായി അവഗണിക്കും പ്രതിസഭ എല്ലാവിധ സപ്പോർട്ടുകളും ജനറൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം NSSന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈ ഒരു വിഷയത്തിലെ പിന്തുണ മാത്രമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ പിന്തുണ. സമദൂരം ഒന്നും വിഷയങ്ങളല്ല. NSSന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം പൂർണ്ണമായി നിറവേറ്റുമെന്ന്. തെരഞ്ഞെടുപ്പ് വിഷയങ്ങളൊന്നുമല്ല, രാഷ്ട്രീയമൊന്നുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി സുകുമാരൻ നായർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ എതിർപ്പുകളോ ഒക്കെ തന്നെ അതിൽ പറയുന്നത് സമദൂരം തുടരും അല്ലെ? ഈ ശബരിമല വിഷയത്തിൽ മാത്രമാണ് ഇടതിനുള്ള പിന്തുണ എന്നാണ് അല്ലേ? തീർച്ചയായും ദിവിഷ, കാരണം സമദൂര നിലപാട് തുടരും. അത് NSS ഈ കഴിഞ്ഞ ഒരാഴ്ച പറയുന്ന കാര്യം തന്നെയാണ്, അത് തുടരും. പക്ഷേ നിലവിലെ NSSന്റെ ഈ നിലപാട് മാറ്റം, കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി NSS സമദൂര നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ പോലും NSSന്റെ മനസ്സ് എന്ന് പറയുന്നത് അത് കോൺഗ്രസിനൊപ്പമായിരുന്നു. ആ മനസ്സ് ഇപ്പോൾ നിലവിൽ ഇടത്തേക്ക് ചായുന്നു എന്നതാണ് ഏറ്റവും. അതാണ് കുഴപ്പം. സമദൂരം എന്ന് എത്ര പറഞ്ഞാലും ഒരു നിർണായക വിഷയത്തിൽ ഒരു ഭാഗത്തേക്ക് ചേർന്ന് നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് പറയാതെ പറയുക കൂടിയാണല്ലോ. തീർച്ചയായും, കാരണം അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇത് വളരെ രീതിയിൽ ചർച്ച ചെയ്യും എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പുകൾക്ക് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. ആ സമയത്തൊക്കെ തന്നെ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഒരു ഭരണ അവസാന കാലത്തേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം മുന്നണികളും അതുപോലെ തന്നെ ഇത്തരത്തിൽ സാമൂഹ്യ സംഘടനകളൊക്കെ തന്നെ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ NSSും SNDPയും പോലുള്ള പ്രധാനപ്പെട്ട രണ്ട് സംഘടനകൾ അത് സർക്കാരിന് അനുകൂലമായി ഇത്തരത്തിൽ നിലപാടെടുക്കുന്നത് സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് അതൊരു ആഹ്ലാദത്തിന് കാരണമാണ്. CPM-നെ സംബന്ധിച്ച് അത് അവർക്ക് ആഘോഷിക്കാനും ഒക്കെ ഉള്ള കാരണമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള വിശദീകരണം ഈ യോഗത്തിൽ NSSന്റെ ജനറൽ സെക്രട്ടറി ഈ പ്രതിനിധി സഭയിൽ അറിയിച്ചിട്ടുണ്ട്. 297 പേരും NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് ഒപ്പം നിന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാതൊരു തരത്തിലുള്ള എതിർപ്പുകളൊന്നും തന്നെയില്ല. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം NSSന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താൻ എടുത്തത്, നിലപാട് മാറ്റം എങ്ങനെയാണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം ഈ യോഗത്തിലുണ്ടായി. അദ്ദേഹത്തിനൊപ്പം, അതായത് ജനറൽ സെക്രട്ടറിക്കൊപ്പം ഈ പ്രതിനിധി സഭ പൂർണ്ണമായും അണിചേരുന്നു എന്നാണ്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാതൊരു തരത്തിലുള്ള എതിർപ്പോ മറ്റ് പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ ഈ പ്രതിനിധി യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ശരി. എന്തായാലും NSS പൊതുയോഗത്തിൽ ജെ സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ഇടതിനോടൊപ്പം നിൽക്കുന്നു. കോൺഗ്രസും BJPക്കും ഇരു കൂട്ടർക്കും വലിയ വിമർശനമാണ് ജെ സുകുമാരൻ നായരിൽ ഉണ്ടായിരിക്കുന്നത്. വേണ്ട നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ട് BJP ചെയ്തില്ല. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുകയായിരുന്നു എന്നതാണ്. സർക്കാർ അതിൽ നിലപാട് മാറ്റിയപ്പോൾ അതിനെ പിന്താങ്ങുന്നു എന്നതാണ്. പക്ഷേ സമദൂരം എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന്